എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ടർബോയുമായി മെയ് 23 മമ്മൂട്ടി വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ടർബോ? നമുക്ക് ടർബോ എന്താണെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. മലയാള സിനിമയിൽ ടർബോ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണെങ്കിലും വാഹന ലോകത്ത് ടർബോ എഞ്ചിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഘടകമാണ്. ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ ചിത്രത്തിൻ്റെ പേര് ഏറെ ചർച്ചയാകുന്നുണ്ട്. ട്രെയിലറിലെ വാഹനം, പോസ്റ്ററിൽ ഉപയോഗിക്കുന്ന ജീപ്പുമെല്ലാം വാഹനപ്രേമികളുടെ മനം കവർന്നു. ജീപ്പ് ഡ്രൈവറായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിൽ ഏറെ വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ടർബോ? ടർബോ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. തുടക്കത്തിൽ വിമാനങ്ങളിലും കപ്പലിൻ്റെ എഞ്ചിനുകളിലുമായിരുന്നു ഇവ പരീക്ഷിച്ചത്. കാറുകളിലേക്ക് ഈ ടെക്നോളജി എത്തിയത് 60കളിലാണ്. ഷെവർലെ കോർവീർ, മോൻസ, ഓൾഡ്സ്മൊബൈൽ, ജെറ്റ് ഫയർ എന്നീ വാഹനങ്ങളിലാണ് ആദ്യമായി ടർബോ ഉപയോഗിക്കുന്നത്. എന്നാൽ തുടക്കത്തിൽ ഈ സാങ്കേതികവിദ്യയ്ക്ക് തണുപ്പൻ പ്രതികരണമായിരുന്നു. തുടർന്ന് 70കളിൽ കൊമേഴ്സ്യൽ ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിച്ചു തുടങ്ങി. 70കളിൽ തന്നെ ഫോർമുല 1 മോട്ടോർ സ്പോർട്സിൽ എത്തിയതോടെയാണ് ടർബോ ചാർജ്ഡ് ടെക്നോളജിയുടെ ചരിത്രം തന്നെ മാറുന്നത്. 1978 പുറത്തിറക്കിയ മെഴ്സിഡസ് ബെൻസ് 300 SD ആണ് ടർബോയുമായി എത്തിയ ആദ്യത്തെ മാസ് പ്രൊഡക്ഷൻ കാർ. പിന്നീട് നിരവധി വാഹനങ്ങളിൽ ടർബോ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. ഇന്ത്യയിലാണെങ്കിൽ സിപ്പാനി മോട്ടോഴ്സ് 1995 ഇന്ത്യൻ വിപണിയിൽ എത്തിച്ച റോവർ മോണ്ടോഗോ ഡീസൽ വാഹനങ്ങളിലൂടെയാണ് ആദ്യമായി പാസഞ്ചർ സെഗ്മെൻറ്റിൽ ടർബോ വന്നത്. ഇന്ത്യയിൽ ഇറക്കുമതി അസംബിൾ ചെയ്ത വാഹനം അമ്പേ പരാജയമായിരുന്നു. പിന്നീട് ടാറ്റ സിയാറയുടെ 2ാം തലമുറയിലൂടെയാണ് ടർബോ ചാർജ്ഡ് എഞ്ചിൻ കൂടുതൽ ജനപ്രിയമാകുന്നത്. ടർബോയുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ കരുത്തും ഇന്ധനക്ഷമതയും കൂട്ടാൻ എഞ്ചിനിലെ ഇന്ധനത്തിൻ്റെ ജ്വലനം കൂട്ടുകയാണ് വേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാന തത്വമാണ് ടർബോ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ വായു എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് കടത്തിവിട്ട് ഇന്ധനത്തിൻ്റെ മെച്ചപ്പെട്ട ജ്വലനം അതുറപ്പാക്കുന്നു. അതുവഴി കൂടുതൽ കരുത്ത് വാഹനത്തിന് നൽകുന്നു. എഞ്ചിൻ്റെ എക്സോസ്റ്റ് വായു സ്വീകരിച്ച് ടർബൈൻ പ്രവർത്തിപ്പിച്ചാണ് കൂടുതൽ പുറത്തുനിന്നുള്ള വായു എഞ്ചിനിലേക്ക് എത്തിക്കുന്നത്. സാധാരണയിലും 50 മടങ്ങ് വായുവാണ് ടർബോ ചാർജർ എഞ്ചിന് നൽകുക. ഇത് 40% വരെ എഞ്ചിൻ പെർഫോമൻസ് മികവുറ്റതാക്കുന്നുണ്ട്. ടർബൈൻ വീൽ, കംപ്രസർ വീൽ, സെൻറ്റർ ഹബ്ബ്, റൊട്ടേറ്റിംഗ് എന്നീ പ്രധാന ഘടകങ്ങൾ അടങ്ങിയതാണ് ടർബോ. ടർബൈനും കംപ്രസർ വീലും ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഈ ഘടകങ്ങളും ഒരു ഇൻലൈറ്റ് പോർട്ടും ഒരു എക്സ്ഹോസ്റ്റ് പോർട്ടും ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഹൗസിങ്ങിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. എഞ്ചിൻ പുറത്തുനിന്നുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ഉയർന്ന മർദ്ദത്തിൽ ടർബോയിലൂടെ ഇൻലൈറ്റ് പോർട്ടിലൂടെ പ്രവേശിക്കുന്നു. ഉയർന്ന മർദ്ദത്തിലുള്ള വായു അതുവഴി കംപ്രസർ വീലിനെയും കറക്കുന്നു. കംപ്രസർ വീലിലൂടെയാണ് വായു എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുന്നത്. ഇത് എഞ്ചിനിലെ ജ്വലനം ഇരട്ടിയാക്കുകയും അതുവഴി കരുത്തു കൂട്ടുകയും ചെയ്യുന്നു.